Hello friends, welcome back to another video. You are watching Careful channel. Channel subscribe to the bell icon enable you. You can upload videos notification okay, the topic is carding ATM cards bank use bank prevention and awareness video. First of all, carding is carding is carding is product high price product cheap rate Telegram group carders group contact product cheap price cheap price dark web surface internet dark web. Dark web is a topic. Okay, dark web is part of internet part of illegal dark web. Dark web നമ്മുടെ ഉൾപ്പെടെ ആരുടെയെങ്കിലും നമുക്കറിയാൻ പറ്റത്തില്ല പലരുടെയും ഇതുപോലെ തന്നെ ഹാക്ക്ഡ് ആയിട്ടുള്ള ATM കാർഡ്സ് നമ്പേഴ്സ് ആ ഡാർക്ക് വെബിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ കാർഡേഴ്സ് നിങ്ങളിപ്പം ഈ ഒരു ഫോൺ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്ര പ്രൈസിലുള്ള ഫോൺ അവരോട് കാർഡേഴ്സിനോട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ കാർഡ് ഡാർക്ക് വെബിൽ നിന്ന് പോയെടുത്തിട്ട് ആ കാർഡ് ഉപയോഗിച്ച് തന്നെ നിങ്ങൾ പറഞ്ഞ ഫോൺ അവർക്ക് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പം നിങ്ങളതിൻ്റെ കുറച്ച് പ്രൈസ് കൊടുത്താൽ മതി അവർക്ക്. ഇങ്ങനെ ഇതാണ് കാർഡേഴ്സ് ചെയ്യുന്നത്. ഇത് പക്ഷേ പ്രോഡക്റ്റ് ഉടായ്പ പ്രോഡക്റ്റ് ഒന്നുമല്ല, ജെന്യുവൻ പ്രോഡക്റ്റ് തന്നെ ആയിരിക്കും. പക്ഷേ ചില കാർഡേഴ്സ് ഉണ്ട്, ചില കാർഡേഴ്സ് ഇപ്പം 5000 രൂപ ഫോണിന് നിങ്ങൾ 2000 അഡ്വാൻസ് കൊടുക്കണമെന്ന് പറഞ്ഞ് അഡ്വാൻസ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ പക്ഷേ പ്രോഡക്റ്റ് നമുക്ക് വരുന്നില്ല. അങ്ങനെ ഒരു ഉടായ്പ അങ്ങനെ നമ്മളെ പറ്റിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പറ്റിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് നേരിട്ട് ചെന്ന് ഡാർക്ക് വെബിൽ നിന്ന് ചെന്ന് ATM കാർഡ് നമ്പർ കളക്ട് ചെയ്ത് ഇതുപോലെ വാങ്ങിച്ചാൽ എന്താണെന്ന് നമ്മൾ ആലോചിക്കും. പക്ഷേ അങ്ങനെ ചെയ്യരുത്. ഡാർക്ക് വെബ് എന്ന് പറയുന്നത് സാധാരണ ഒരാൾക്ക് കയറി ചെല്ലാൻ പറ്റാത്തൊരു സർഫസാണിത്. അതിന് അങ്ങോട്ട് കയറി ചെല്ലാനായിട്ട് കുറേ പ്രൊസീജിയറും കാര്യങ്ങളുണ്ട്. ആ പ്രൊസീജിയർ ഏതെങ്കിലും ഒരെണ്ണം തെറ്റിയാൽ നിങ്ങൾക്ക് പണി കിട്ടുന്നതാണ്. കാരണം അത് നിങ്ങൾ ഐഡൻറ്റിറ്റി ലീക്കായി കഴിഞ്ഞാൽ നിങ്ങളെ ട്രേസ് ചെയ്യാൻ എളുപ്പമാണ്. ട്രേസ് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അകത്തായിരിക്കും. അത് ഇല്ലീഗൽ ഒരു ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അത് ഹാക്കേഴ്സൊക്കെയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കാർഡിങ് എന്ന് പറയുന്നത്. കാർഡിങ് എന്ന് പറയുന്നത് ഇതാണ് സംഭവം. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്നൊക്കെ ഒരു പ്രിവെൻഷന് വേണ്ടി കുറച്ച് മെത്തേഡ്സാണ്, അതായത് കുറച്ച് മെത്തേഡ്സാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളിപ്പം ATM കാർഡ്സൊക്കെ യൂസ് ചെയ്യുന്ന നേരത്ത് ATMലായാലും ശരി പെട്രോൾ പമ്പിലൊക്കെ ആയാലും അവിടെ ഇപ്പോൾ സ്വൈപ്പ് ചെയ്യുന്ന ഒരു ഇതാണ് മെഷീനാണുള്ളത്. അപ്പോൾ ഇതിലൊക്കെ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് ആ സ്വൈപ്പ് ചെയ്യുന്ന ഭാഗത്ത് എന്തെങ്കിലും വേറെ ഏതെങ്കിലും ഒരു ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു ഡിവൈസ് അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ചെക്ക് ചെയ്ത ശേഷം മാത്രം നിങ്ങൾ സ്വൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ഫസ്റ്റ് മെത്തേഡാണ്. ഇപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഫോണിലാണ് ഇപ്പോൾ എല്ലാവരും ഓൺലൈൻ ട്രാൻസാക്ഷൻ എല്ലാവരും ഫോണിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഫോണിൽ ചെയ്യുമ്പോൾ നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം ഫോണിലാണ് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഫോണിലേക്ക് നമ്മൾ തേർഡ് പാർട്ടി സൈറ്റിൽ നിന്ന് ക്രാക്ക്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനും കാര്യങ്ങളൊന്നും ഡൗൺലോഡ് ചെയ്തിരിക്കുക. കാരണം അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോൺ ഫുള്ളി ഹാക്ക്ഡ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം അവർക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇത് വെച്ച് തന്നെ അവർക്ക് നിങ്ങളുടെ ബാങ്കിലെ പൈസ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇത് രണ്ടാമത്തെ ഒരു മെത്തേഡാണ്. അങ്ങനെ ഫുള്ളി അപ്ഡേറ്റഡ് ആക്കി വെക്കുക. പ്ലേ സ്റ്റോറിൽ മാത്രം ആപ്ലിക്കേഷൻ ആ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇങ്ങനെ അപ്പോൾ മൂന്നാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇതുപോലെ ഇപ്പോൾ നമുക്ക് നിങ്ങളുടെ ഇത് ഹാക്ക്ഡായി പൈസ പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് വരും. അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ ബാങ്കിൻ്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങളുടെ കാർഡ് ബ്ലോക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ നിന്ന് ഇത്ര രൂപ പോയിട്ടുള്ള മെസ്സേജ് നിങ്ങൾക്ക് ഫോണിൽ വരും. അതുകൊണ്ട് നിങ്ങൾ ബാങ്കിൽ ചെന്നിട്ട് നിങ്ങളുടെ കാർഡ് ബ്ലോക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവരുടെ റെസ്പോൺസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് നിങ്ങളൊരു FIR രജിസ്റ്റർ ചെയ്യുക. FIR രജിസ്റ്റർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ ബാങ്കിൽ നിന്ന് പോയിരിക്കുന്ന ഹാക്കേഴ്സ് നിങ്ങളുടെ ATM കാർഡ് ഹാക്ക് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് വേറെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ അത് നമുക്ക് എന്തെങ്കിലും വിഷയം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ FIR രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് അത് നമുക്ക് വിഷയം വരാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. അപ്പം ഇത് ഇത്രയും ചെയ്തെന്ന് വെച്ചാൽ 100% സെക്യൂർ ആവുമെന്ന് പറയുന്നില്ല. ഒരു 90% നമുക്ക് ഇതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനോടൊപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നതായിരിക്കും.